ये हमला किया है उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी। നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കാതോർത്തത് ഈ വാക്കുകൾക്കായാണ്. നിരായുധരായ സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ഭീരുത്വത്തിന് മുഖമടച്ചുള്ള മറുപടിക്കായി ഇന്ത്യ ഒരുങ്ങുന്നു എന്നതിന്റെ വാക്കും പ്രവൃത്തിയുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പാകിസ്ഥാനോട് ഇന്ത്യ മറ്റൊരു തലത്തിൽ അംഗം കുറിക്കുകയാണ് നയതന്ത്ര മിന്നലാക്രമണത്തിലൂടെ. ഇന്ത്യ ഉറയിൽ നിന്നും വാളൂരി ആദ്യം പ്രഖ്യാപിക്കുന്നത് ജലയുദ്ധമാണ്. റെസ്പോൺസിബിലിറ്റി എന്ന മര്യാദ ഇതുവരെയും പാലിക്കുന്നത്. സൈനിക ശേഷി തന്നെ ആദ്യം എടുത്താൽ ഇന്ത്യയുടെ മിലിറ്ററി പവർ 14 ലക്ഷം സൈനികർ അടങ്ങുന്നതാണ്. 14 ലക്ഷം. റിസർവ് അംഗങ്ങൾ വേറെ. പാകിസ്ഥാന് ഇതിന്റെ പകുതി പോലും അംഗസംഖ്യയില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പാക് സൈനികരുടെ എണ്ണം വെറും 6 ലക്ഷം മാത്രമാണ്. ഇരിക്കുമ്പോൾ അയൽ രാജ്യമായ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ സൈനിക ബലം 6.5 ലക്ഷം മാത്രമാണ്. ഇനി പാരാമിലിറ്ററി ആണ് ഇന്ത്യയുടെ അടുത്ത കരുത്ത്. അർദ്ധ സൈനിക വിഭാഗങ്ങളാണ് ഇന്ത്യയുടെ ശക്തമായ ബാക്കപ്പ്. 1614 ഇത് ഏകദേശ കണക്കാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ ടാങ്ക് കരുത്ത് 2867 മാത്രമെന്നാണ് ഡീക്ലാസിഫൈ ചെയ്ത വിവരങ്ങൾ. പ്രകടമാക്കുന്നതാണ് ഈ കണക്ക്. അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും മാത്രമല്ല ആത്മവിശ്വാസവും ആർജവവും കൊണ്ടും ഇന്ത്യൻ പടയാളികൾ ഏറെ മുന്നിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് തിരിച്ചടി നേരിട്ട യുദ്ധഘട്ടങ്ങളിൽ പോലും തിരിച്ചടിച്ച് തിരിച്ചു വന്ന ഇന്നലെകൾ. പ്രശാന്ത് രഘുവംശമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഈ പ്രത്യേക ഷോയിൽ തത്സമയം ചേർന്നത്. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത പാകിസ്ഥാന്റെ ഒരു പ്രകോപനമാണ്. പഞ്ചാബ് അതിർത്തിയിൽ നിന്നും കർഷകരെ സഹായിച്ച് വിശ്രമിക്കാനിരുന്ന BSF ജവാനെ കസ്റ്റഡിയിലെടുത്ത് കണ്ണുരുട്ടി കാണിക്കുകയാണ് പാകിസ്ഥാൻ. നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനൂപ് ചൂണ്ടിക്കാട്ടി സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്ന അട്ടാരി വീറോടെ ഇരുഭാഗത്തെയും ഭടന്മാർ പരേഡ്. ഇത്